ഹലോ, ഇത് കൽപ്പാത്തി ഷോപ്പിങ്ങിൻ്റെ ലാസ്റ്റ് ഫൈനൽ വീഡിയോ ആണ് കേട്ടോ. ഈ രാത്രിയിലുള്ള ഷോപ്പിംഗ് എല്ലാവർക്കും ഒരുതരം ഭ്രാന്താണല്ലേ. കാരണം വേറൊന്നുമല്ല, രാത്രിയിലെ ഒരു വൈബ് തന്നെ. നല്ല കാറ്റുള്ള വൈകുന്നേരം, നിറയെ ലൈറ്റ്സൊക്കെ ആയിട്ട് പൊടി പൊടിക്കുന്ന കച്ചവടങ്ങൾക്കിടയിൽ കൂടെ നടക്കാൻ ആർക്കാ ഇഷ്ടമില്ലാതിരിക്കുക. അപ്പം നമുക്ക് ഈ വഴിയിൽ കൂടെ നടക്കാൻ തുടങ്ങിയാലോ? ഇവിടെ കുറേ ഡെക്കോസ് ഉണ്ട്. പലതരം പ്രതിമകളാണ്, പല വലിപ്പത്തിലുള്ളവയാണ്. ചെറുതുണ്ട്, വലുതുണ്ട്, മീഡിയം ഉണ്ട്. എന്നാൽ ഇത്തവണത്തെ താരമായിട്ട് തോന്നിയത് ഈ മൺവിളക്കാണ് കേട്ടോ. നമ്മുടെ അച്ഛനും അമ്മയും കുട്ടിക്കാലത്ത് ഉപയോഗിച്ചിരുന്ന മൺവിളക്കിൻ്റെ ഒരു ന്യൂജൻ വെർഷൻ. ഇറ്റ്സ് റിയലി ഇൻട്രസ്റ്റിംഗ്. അതുപോലെ തന്നെ പലതരം ചിരാതുകളുണ്ട്. ചിരാതുകൾ തന്നെ പല ഭാവത്തിലും രൂപത്തിലും ഉണ്ട് കേട്ടോ. അതുപോലെ ലോഫിംഗ് ബുദ്ധാസിൻ്റെ പല വെറൈറ്റീസ് ഉണ്ട്. അതുപോലെ നമ്മളൊരു ജ്വല്ലറിക്ക് ഒരു ഫീലാണ് കേട്ടോ. ഈ റിങ്സിൻ്റെ സെക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ഒരെണ്ണം എടുക്കണമെങ്കിൽ ഒരുപാട് തിരയേണ്ടി വരും. അഗെയിൻ ദാ നമ്മുടെ ഐറ്റം എത്തിട്ടോ. എൻ്റെ ഫേവറേറ്റ് ആവി പറക്കണുണ്ടോ? ഈ ഒരു സീന് കണ്ടെങ്കിൽ മൂക്കും കുത്തി വീണു പോവും. അതിനു മുമ്പ് ഇവിടുന്ന് എസ്കേപ്പ് ആവാനാണ് എൻ്റെ ശ്രമം. അമ്പലത്തിൽ നല്ല തിരക്കുണ്ട് കേട്ടോ. ആൾക്കാർ വന്നും പോയി കൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ട്. ചിലർക്ക് വൈകിട്ട് അമ്പലത്തിൽ പോകുന്നതായിരിക്കും ഇഷ്ടം. അങ്ങനെ തേരൊക്കെ കഴിഞ്ഞല്ലോ. രഥത്തിലുള്ള ഡെക്കറേഷൻസ് എല്ലാം അഴിച്ചു വെച്ചിട്ടുണ്ട്. ഇങ്ങനെ അഴിച്ചു വെച്ച രഥത്തിൻ്റെ ചുറ്റും നിന്നിട്ട് കുട്ടികൾ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. പിന്നെ ഇത് കണ്ടോ, ചോക്കുമിഠായി. ഇതും എനിക്കിഷ്ടമാണ്. ഞാൻ ആദ്യമായിട്ട് ചോക്കുമിഠായി കഴിക്കുന്നതും കൽപ്പാത്തിയിൽ വരുന്നതിനൊക്കെ കാരണം എൻ്റെ ഗ്രാജുവേഷൻ ടൈമിലുള്ള എൻ്റെ 2 ബെസ്റ്റ് ഫ്രണ്ട്സാണ്. തേര് കഴിഞ്ഞിട്ടുള്ളൊരു ദിവസമാണ് കേട്ടോ ഞങ്ങൾ എത്തിയത്. അന്നാണ് ജീവിതത്തിൽ ആദ്യമായിട്ട് ഈ കൽപ്പാത്തി രഥോത്സവം ഒരു മഹാ അത്ഭുതമായിട്ട് എനിക്ക് തോന്നിയത്. ഇവിടെ നിറയെ പൂക്കൾ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. പല ടൈപ്പിലുള്ള മുല്ലപ്പൂവും നമുക്കിവിടെ കിട്ടും. പല വിധത്തിൽ കെട്ടിയ മുല്ലപ്പൂവും കിട്ടും. ഈ പൂക്കൾ നമുക്ക് പൂജയ്ക്ക് വയ്ക്കാൻ പാകത്തിനോ അല്ലെങ്കിൽ മുടിയിൽ ചൂടാൻ പാകത്തിനൊക്കെ ആയിട്ടാണ് കെട്ടിവെച്ചിരിക്കുന്നത്. നേരെ ഇരട്ടി തുടങ്ങിയിട്ടുണ്ട്. വന്നു പോകുന്ന ആൾക്കാരുടെ തിരക്കും കൂടി വരുന്നുണ്ട്. നിമിഷ നേരം കൊണ്ടാണ് ഇവിടെ തിരക്ക് കൂടി വരുന്നത്. എല്ലാവരും ഈ കാഴ്ചകളൊക്കെ കാണാനും പുറത്തിറങ്ങാനൊക്കെ വൈകുന്നേരമാണ് ചൂസ് ചെയ്യുന്നതെന്ന് നമുക്ക് തോന്നും. ജോലി കഴിഞ്ഞിട്ടുള്ളവരും അതുപോലെ സ്കൂൾ ടൈം കഴിഞ്ഞിട്ടുള്ളവരും വളരെ റിലാക്സ്ഡ് ആയിട്ട് ഷോപ്പിംഗ് ചെയ്യാനും കാഴ്ചകളൊക്കെ കാണാനും ഈ ടൈമാണ് ബെസ്റ്റ്. ഇവിടെ ഒരു ചേച്ചി പൊട്ടറ്റോ കൊണ്ടൊരു കുത്തബ് മിനാർ ഉണ്ടാക്കുകയാണ് കേട്ടോ. നമുക്ക് ഒന്ന് കണ്ടാലോ? ഇതൊക്കെ കാണാൻ തന്നെ നല്ല രസമാണ്. ലൈവായിട്ട് കണ്ടിട്ട് ചൂടോടെ സ്പോട്ടിൽ തന്നെ നമുക്ക് കഴിക്കാം. ഇവിടെ കുറച്ച് പേര് 100 രൂപയ്ക്ക് 10 ചന്ദനത്തിരി എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ദേ ഇവിടെ കണ്ടോ, ഇതാണ് ഇപ്രാവശ്യത്തെ താരം. ഓരോ വർഷം ഓരോ താരങ്ങൾ ഉണ്ടാവുമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഇതിൻ്റെ പേര് ബട്ടർ ഗുൽക്കണ്ട് എന്നാണ് കേട്ടോ. ബാംഗ്ലൂർ സ്പെഷ്യൽ എന്നാണ് ഇവർ പറയുന്നത്. ഇത് മിക്സിങ് ചെയ്യുന്നത് കാണാനൊരു രസമുണ്ട്. ഇതിൽ വരുന്ന ഇൻഗ്രീഡിയൻസ് ബട്ടർ, ചെറുപഴം, അതുപോലെ തന്നെ ഗുലാബ് ജാമുൻ, ഐസ്ക്രീം, 2 സ്കൂപ്പ് ഉണ്ട് കേട്ടോ. പിന്നെ അവരുണ്ടാക്കിയിട്ടുള്ളൊരു പ്രത്യേകതരം മിക്സാണ്. ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവണല്ലേ ഇതിൻ്റെ ടേസ്റ്റ് എന്തായിരിക്കും എന്ന്. യെസ് ഗൈസ്, ഇത് കൽക്കണ്ടത്തിനേക്കാളും മധുരമുള്ളൊരു ഗുൽഖണ്ടാണ് കേട്ടോ.
ഓവറോൾ ഇത് കാണുമ്പോൾ മധുരിച്ചിട്ട് ഇറക്കാനും വയ്യ തുപ്പാനും വയ്യ എന്നുള്ളൊരവസ്ഥയായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിലുള്ള 2 സ്കൂപ്പ് ഐസ്ക്രീമും ചെറുപഴവും ഗുലാബ് ജാമുനും കൂടി ചേരുമ്പോൾ തന്നെ സ്വീറ്റ് ലവേഴ്സിന് ഇത് വളരെയധികം ഇഷ്ടപ്പെടും. പക്ഷേ ഇവിടെയുള്ള ഏറ്റവും വലിയ സർപ്രൈസ് എന്താണെന്നറിയോ? ഇത് വാങ്ങിച്ച് കഴിക്കുന്നവരെക്കാളും അധികം ആൾക്കാർ ഇത് മിക്സ് ചെയ്യുന്നത് കാണാൻ ചുറ്റും കൂടിയിരിക്കുന്നതാണ്. ഇതിൽ കൂട്ടത്തിലൊരു ചേച്ചി ചോദിക്കുന്നുണ്ടായിരുന്നു, കുറച്ച് മധുരം കമ്മിയാക്കി തരുമെന്ന്. ഇതെങ്ങനെ മധുരം കമ്മിയാക്കാനാന്ന് എനിക്കൊരു പിടിയും കിട്ടിയില്ല. എനിവേ, ഇഷ്ടമുള്ളവർക്ക് കഴിക്കാം, അല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യാം. ഇത്തവണ ഞാൻ കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ കളക്ഷൻസ് ഉള്ള ബാഗുകൾ ഈ കടയിലാണ്. വളരെയധികം ട്രെൻഡി ബാഗ്സ് ഉണ്ട്, വലുതും ചെറുതും കുട്ടികൾക്കുള്ളതും ജസ്റ്റ് മൊബൈൽ മാത്രം ഇടാൻ പറ്റിയ ചെറിയ ഹാൻഡ് ബാഗുകളും അങ്ങനെ നിറയെ ഉണ്ടായിരുന്നു. പിന്നെ എല്ലാവരുടെയും GPS സിസ്റ്റം ഉണ്ട് കേട്ടോ. നമുക്ക് ഇത്രയും കളക്ഷൻ നിന്ന് തിരഞ്ഞെടുക്കാനുള്ളൊരു ബുദ്ധിമുട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. കച്ചവടക്കാരൻ്റെ അടുത്ത് ലൈറ്റ് ഇല്ല, എന്നാലും ഇഷ്ടപ്പെട്ട നെക്ലേസ് എടുക്കാൻ വേണ്ടിയിട്ട് മൊബൈലിൽ ലൈറ്റും കത്തിച്ചു വെച്ചുകൊണ്ട് തിരഞ്ഞിരുന്ന ഈ പെൺകുട്ടികളുടെ ആത്മാർത്ഥത കാണാതെ പോകരുത് കേട്ടോ. അമ്പലത്തിൽ നിറയെ പൂക്കൾ കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട്. അമ്പലത്തിൻ്റെ ചുറ്റും നിറയെ വിളക്കും തെളിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അമ്പലത്തിൻ്റെ ചുറ്റും നിറയെ കച്ചവടക്കാരും ഉണ്ട്. ഇത് പെരുമാൾ വാഹന നിലയമാണ്. നമ്മൾ തേരിലൊക്കെ വലിക്കുന്ന വിഗ്രഹങ്ങൾ ഇവിടെയാണ് സൂക്ഷിക്കുന്നത്. ഇതെല്ലാം ഇവർ സേഫായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ മുന്നിലും പിന്നിലൊക്കെ കച്ചവടക്കാരും ഉണ്ട്. ഇടയ്ക്ക് കുറച്ച് പശുക്കൾ ആൾക്കാരുടെ ഇടയിൽ കൂടെ നടക്കുന്നുണ്ടായിരുന്നു. അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നവയാണ്. പിന്നെ ഇവിടെ കണ്ടില്ലേ, പ്രത്യേകതരം ലൈറ്റുകളാണ്. ഇതിൻ്റെ ലൈറ്റ് നമ്മൾ ഓപ്പൺ എയറിലും റൂമിലും വയ്ക്കുമ്പോഴുള്ള ഡിഫറൻസ് എങ്ങനെയായിരിക്കും എന്നുള്ളത് എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഞാൻ ടോപ്പിലുള്ള റെഡാണ് എടുത്തത്. ഈ ഒരു പ്രൊഡക്റ്റ് കണ്ടോ? ഇത് ടോയ്സ് അല്ല കേട്ടോ. ഇതെന്തിനാ ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ആ കടക്കാരൻ കാണിക്കുന്നത് കണ്ടില്ലേ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു പ്രൊഡക്റ്റ് കാണുന്നത്. ഇത് ഇന്നത്തെ കാലത്ത് അന്യം നിന്ന് പോകുന്നൊരു കലയായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇവിടെയൊക്കെ പൂരപ്പറമ്പുകളിൽ കൈനോട്ടക്കാരുടെ ചുറ്റും നിറയെ ആൾക്കാരുണ്ടാവും. അങ്ങനെ കൈനോട്ടക്കാർ ഭൂതവും ഭാവിയും പറഞ്ഞ് നമ്മളെ കയ്യിലെടുക്കും. ഇപ്പം ആർക്കും ഭൂതം അറിയണ്ട, ഭാവി അറിയണ്ട. അങ്ങനെ ദേ ഉപ്പിലിട്ടതെല്ലാം കണ്ട് ഞാൻ എൻ്റെ യാത്ര ഇങ്ങനെ തുടരുകയാണ്. ഇത് നമ്മുടെ പൂരിയുടെ ഷോപ്പാണ് കേട്ടോ. ഇത് കണ്ടപ്പോൾ ഞാൻ ഓർത്തു ഒരു പ്ലേറ്റ് കഴിച്ചാലോ. ഇവരിതെല്ലാം മിക്സ് ചെയ്യുന്നത് കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക രസമാണ് കണ്ടിരിക്കാനും കഴിക്കാനും. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, പൂരത്തിന് വന്നിട്ട്
നമ്മൾ ഒരുപാട് ഹൈജീനിനെ കുറിച്ചൊന്നും സംസാരിക്കാൻ പാടില്ല. കണ്ടിഷ്ടമായാൽ വാങ്ങിക്കുക, കഴിക്കുക. അല്ലാതെ ഇപ്പം ഇതെല്ലാം നോക്കി കൊതിയായിട്ട് വീട്ടിൽ പോയിട്ട് കരഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഇഷ്ടമായാൽ വാങ്ങുക, കഴിക്കുക. നമ്മൾ എത്തിപ്പെട്ട സ്ഥലവും സമയമൊക്കെ മാക്സിമം എൻജോയ് ചെയ്യുക. Thanks for watching my videos.